ഓക്കെ, സോ നമ്മളുടെ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IAS 21 ഫോറിൻ കറൻസി ആണ്. ഇവിടെ IAS 21 എന്ന് കിട്ടും. ഓക്കെ, എഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ കറൻസി. ഇനി നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് അറിയാനുണ്ട് എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് കറൻസി, എന്തൊക്കെയാണ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് കറൻസി, അതിൽ ഫസ്റ്റ് വൺ പ്രസന്റേഷണൽ കറൻസി ആണ്. ഓക്കെ, സോ നമ്മളുടെ കമ്പനിയുടെ FSന്റെ ഉള്ളില് ഏത് കറൻസി ആണോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് കറൻസി ആണോ നമ്മൾ FS പ്രിപ്പയർ ചെയ്യുന്നത്, ആ കറൻസിക്കാണ് പ്രസന്റേഷണൽ കറൻസി എന്ന് പറയുന്നത്. അടുത്തത് ഫങ്ഷണൽ കറൻസി ആണ്. സോ മേ ബി നമ്മളെ ബിസിനസ് UAE-യിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടുത്തെ കറൻസിയിലായിരിക്കും ചിലപ്പം ട്രാൻസാക്ഷൻസ് നടത്തുക. സപ്പോസ് നമ്മളൊരു US കമ്പനി UAE-യിൽ ലൊക്കേറ്റഡ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളുടെ 90% ഓഫ് ട്രാൻസാക്ഷൻസ് ആർ ഇൻ ഡോളേഴ്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫങ്ഷണൽ കറൻസി ഡോളേഴ്സ് ആണ്. ഓക്കെ, സോ നമ്മളുടെ ട്രാൻസാക്ഷൻ, മെജോറിറ്റി ഓഫ് ദി ട്രാൻസാക്ഷൻ ഏത് കറൻസിയിലാണോ ഉള്ളത്, ആ കറൻസിനെയാണ് ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് എല്ലായിടക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കമ്പനി എവിടെയാണോ ഉള്ളത് ആ കറൻസി തന്നെ ആയിരിക്കും ഫങ്ഷണൽ കറൻസി. ഇപ്പം USA-യിലുള്ള ഒരു കമ്പനി UAE-യിൽ വന്ന് ഓപ്പറേറ്റ് ചെയ്താലും എന്താണ് ഡോളേഴ്സിൽ ഡീൽ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടല്ല, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. സോ അതിനൊന്നും നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യും, UAE കറൻസി തന്നെ യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? മേ ബി അതായിരിക്കും കൂടുതൽ പ്രോഫിറ്റബിൾ, ബീങ് ഡോളേഴ്സ് ബീങ് എ സ്ട്രോങ് കറൻസി അല്ലേ. ഇനി അടുത്തത് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഓക്കെ, ഇനി എക്സ്ചേഞ്ച് റേറ്റ് സിംപ്ലി പുട്ട്, നമ്മളിപ്പോ ഒരു ചോക്ലേറ്റ് വാങ്ങുന്നു അല്ലെ, ചോക്ലേറ്റിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു മണി നമ്മൾ കൊടുക്കും അല്ലെ, ഇൻ ഓർഡർ ടു ബൈ ദാറ്റ്. സോ സെയിം വേ ഒരു കറൻസി വാങ്ങാൻ വേണ്ടി നമ്മൾ ഇൻ എക്സ്ചേഞ്ച് വേറൊരു കറൻസി കൊടുക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് എന്ത് വേണം, 10 AED വേണം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ സപ്പോസ് എന്ത് ചെയ്യുവാണ്, 230 ഇന്ത്യൻ റുപ്പി കൊടുക്കുവാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു AEDക്ക് എത്രയാണ്, 23 റുപ്പീസ് ആണ് അല്ലെ. അപ്പം ഒരു AED കിട്ടാൻ വേണ്ടി നമ്മൾ 23 റുപ്പീസ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെയാണ്, അല്ലെങ്കിൽ ഒരു കറൻസി കിട്ടാൻ വേണ്ടി നമ്മൾ എത്രത്തോളം വേറെ കറൻസി കൊടുക്കും, അതിനാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റേറ്റ് ബൈ വിച്ച് എ കറൻസി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടേംസ് ഓഫ് അനദർ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്സ് ആണ്. ഇനി എക്സ്ചേഞ്ച് റേറ്റ്സ് തന്നെ കുറെ രീതിയിലുണ്ട്. അതിൽ ഫസ്റ്റ് വൺ സ്പോട്ട് റേറ്റ് ആണ്. സ്പോട്ട് റേറ്റ് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ടൈം, അതായത് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസാക്ഷൻ എത്രയാണോ ആ കറൻസിന്റെ റേറ്റ്, അതിനാണ് സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് ഒരു $100 അമേരിക്കയിലേക്ക് അയക്കുവാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഇന്ത്യൻ ബാങ്കിനെ സമീപിക്കും, അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ബാങ്കിനെ ഞാൻ സമീപിച്ചിട്ട് എന്ത് ചെയ്യും, ഐ എം ഗോണ ഗിവ് ദം മണി ഇൻ റുപ്പീസ്, റൈറ്റ്? അപ്പൊ അവര് ആ ടൈം എന്താണോ റേറ്റ് പറയുന്നത് അതായിരിക്കും ഞാൻ കൊടുക്കുക. അപ്പൊ നമ്മൾ എന്താണോ ട്രാൻസാക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് ആൻഡ് ടൈം, ആ സ്പോട്ടിൽ ഉണ്ടാവുന്ന റേറ്റിനെയാണ് എന്ത് പറയുന്നത്, സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത്. ടൈം എന്ന് പറയൂല, കാരണം ഒരു ദിവസം മൊത്തം ഒരു റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി സെക്കൻഡ് വൺ ആവറേജ് റേറ്റ് ആണ്. എന്താണ് ഈ ആവറേജ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്രൂ ഔട്ട് ദ ഇയേഴ്സ് ആ കറൻസി എങ്ങനെയൊക്കെ മൂവ് ചെയ്തിട്ടുണ്ടോ, ആ മൂവ് ചെയ്ത റേറ്റ് ആണ് എന്ത്, ആവറേജ് റേറ്റ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ക്ലോസിംഗ് റേറ്റ് ആണ്. ക്ലോസിംഗ് റേറ്റ് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇയർ എൻഡില് കറൻസീസ് ഒക്കെ കൺവേർട്ട് ചെയ്യുന്ന സമയം എത്രയാണോ ആ ടൈമിലുള്ള സ്പോട്ട് റേറ്റ്, അതിനാണ് ക്ലോസിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ക്ലാസിഫൈ ചെയ്യാൻ പോവാണേ. ഓക്കെ, ബേസ്ഡ് ഓൺ ഫോറിൻ കറൻസി സ്റ്റാൻഡേർഡ് നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസും ക്ലാസിഫൈ ചെയ്യാൻ പോവാം. ഓക്കെ,
സോ ഫസ്റ്റ് ഓഫ് ഓൾ മോണിറ്ററി ട്രാൻസാക്ഷൻസ്. എന്താണ് ഈ മോണിറ്ററി ട്രാൻസാക്ഷൻ? മണി ടേംസിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെയാണ് മോണിറ്ററി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാൻസാക്ഷനിൽ ഒന്നിക്കൽ ഒരാൾക്ക് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവും, അതേപോലെ മറ്റേ ആൾക്ക് പേ ചെയ്യാനുള്ള ഓബ്ലിഗേഷൻ ഉണ്ടാവണം. ഓക്കെ, ഇനി ഇത് രണ്ടും എന്തിലായിരിക്കും? ഇൻ ക്യാഷ് ടേംസ് ആയിരിക്കും. ഇനി അടുത്തത് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ. ഇനി ഇപ്പം ഒരാൾക്ക് റൈറ്റ് ഇല്ല, മറ്റാൾക്ക് ഓബ്ലിഗേഷനും ഇല്ല ടു റിസീവ് ഓർ പേ ക്യാഷ്, അങ്ങനെയാണെങ്കിൽ അതിനാണ് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് കൊടുക്കുന്നതിന് പകരം സർട്ടൻ അസറ്റ്സ് ഒക്കെ കൊടുക്കും. അതിനാണ് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ്? എല്ലാത്തിലെയും പോലെ ഇതിലും രണ്ട് ടൈം ലൈൻസ് ഉണ്ട്. ഒന്ന് ഇനീഷ്യൽ മെഷർമെന്റ് ആണ്, രണ്ടാമത്തത് ഇയർ എൻഡ് മെഷർമെന്റ് ആണ്. ഇനി ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യും? ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ കൺസിഡർ ചെയ്യും. അതായത് നമ്മള് സെയില് അല്ലെങ്കിൽ പെർച്ചേസ് എപ്പോഴാണോ നടക്കുന്നത് ആ ഡേറ്റിനെയാണ് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പൊ ഇനീഷ്യൽ മെഷർമെന്റ് എപ്പോഴും ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറിലാണ് ഉണ്ടാവുക. അപ്പൊ ആ ടൈമുള്ള സ്പോട്ട് റേറ്റ് എന്താണോ നമ്മൾ കറൻസിനെ അതിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി സീൻ മാറി, ഓക്കെ, സീൻ ഇയർ എൻഡ് ആയി. അങ്ങനെയാണെങ്കിൽ ഇയർ എൻഡില് നമ്മൾ ഈ പറയുന്ന ട്രാൻസാക്ഷനെ രണ്ടായിട്ട് തിരിക്കും. ഒന്ന് സെറ്റിൽഡും രണ്ടാമത്തത് അൺസെറ്റിൽഡും. അപ്പം ചിലപ്പോൾ നമ്മൾ ഫുള്ളി പേയ്മെന്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഫുള്ളി എമൗണ്ട് റിസീവ് ചെയ്യണമെന്നില്ല, അല്ലെ? അപ്പം സെറ്റിൽഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും ഉണ്ടാവും, ഇനി ചിലപ്പം പാർഷ്യലി റിസീവ് ചെയ്ത അൺസെറ്റിൽഡ് ട്രാൻസാക്ഷൻസും ഉണ്ടാവും. അപ്പൊ സെറ്റിൽഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അറ്റ് ദ ഡേറ്റ് ഓഫ് സെറ്റിൽമെന്റ് നമ്മൾ എന്ത് ചെയ്യും? അതിനെ റീട്രാൻസ്ലേറ്റ് ചെയ്യും. അതായത് ഈ ഒരു എമൗണ്ട് നമ്മൾ വീണ്ടും അന്നത്തെ, അതായത് ഡേറ്റ് ഓഫ് സെറ്റിൽമെന്റ് സ്പോട്ട് റേറ്റ് വെച്ചിട്ട് വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾക്കൊരു ഗെയിൻ ഓർ ലോസ് ഉണ്ടാവും, അത് നമ്മൾ SOP-യിൽ റെക്കഗ്നൈസ് ചെയ്യും. ഇനി അൺസെറ്റിൽഡ്, അതായത് പാർഷ്യലി സെറ്റിൽഡ് ആണെങ്കിൽ നമ്മൾ ഇയർ എൻഡ് ആവുമ്പോഴേക്ക് നമ്മൾ അതിനെ രണ്ടായിട്ട് തിരിക്കും, മോണിറ്ററിയും നോൺ മോണിറ്ററിയും. ഓക്കെ, നോൺ മോണിറ്ററി ആണെങ്കിൽ സിമ്പിൾ ആണ്, നമ്മളൊന്നും ചെയ്യില്ല. ഓക്കെ, ഇനീഷ്യലി നമ്മൾ റെക്കോർഡ് ചെയ്തത് തന്നെ ആയിരിക്കും ഇയർ എൻഡ് വാല്യൂ, നമ്മളൊന്നും ചെയ്യില്ല. ഇനി മോണിറ്ററി ആണെങ്കിലോ ക്ലോസിംഗ് റേറ്റിലോട്ട് നമ്മൾ റീട്രാൻസ്ലേറ്റ് ചെയ്യും. അതായത് ഇനീഷ്യലി നമ്മൾ ചെയ്തത് വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഗെയിൻ ഓർ ലോസ് SOP-യിൽ കാണിക്കും. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. ഈ ക്വസ്റ്റ്യനില് നമ്മൾക്ക് 3 ടൈം ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ. UK company made a credit sales of 1,000 on 1st January. Okay, they recovered 1/4 of the sale on 31st June. Okay, അപ്പൊ 1st Januaryക്ക് സെയിൽ നടന്നിട്ടുണ്ട്, 31st June എന്ത് ചെയ്തു? 1/4 ഓഫ് ദ ട്രാൻസാക്ഷൻ അവർ റിസീവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ടൈം ലൈൻ ആണ്, അല്ലെ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മാപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റിസീവബിൾസ് നമ്മൾ റെക്കോർഡ് ചെയ്യും, ഡെബിറ്റ് ട്രേഡ് റിസീവബിൾസ്, ക്രെഡിറ്റ് സെയിൽസ്, അല്ലെ? ഓക്കെ, എത്രയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത് എമൗണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെ. സപ്പോസ് നമുക്കൊരു $10,000 കിട്ടാനുണ്ട്. ഓക്കെ, റുപ്പിയിലാണ് നമുക്ക് കിട്ടാനുള്ളത്. ഓക്കെ, നമ്മൾക്ക് തന്നിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് $100 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളെ കമ്പനി റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, പക്ഷെ ഇതാണ് ഫോറിൻ കറൻസി, ഇതാണ് നമ്മള് പ്രസന്റേഷണൽ കറൻസി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? ഹോം കറൻസി എന്ന് പറയാം. ഓക്കെ, അപ്പം ഹോം കറൻസിയിലാണോ ഒബ്വിയസ്ലി നമ്മൾ കൺവേർട്ട് ചെയ്യാം, അല്ലേ? അപ്പൊ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് ആദ്യം ഈ റേറ്റ്, ഓക്കെ,
ഇനി ഈ റേറ്റ് നിങ്ങൾക്ക് രണ്ട് രീതി തരാം. ഒന്നിക്ക് ഇങ്ങനെ തരാം, അല്ലെങ്കിൽ $100 100 per $1 എന്ന് തരാം. ഓക്കെ, per dollar 1 എന്ന് തരാം, അല്ലെങ്കിൽ ഇങ്ങനെയും തരാം. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എമൗണ്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാ പറയാൻ പോകുന്നത്. അപ്പൊ കൺവേർട്ട് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? 10,000 ആണ് അല്ലെ? കൺവേർട്ട് ചെയ്യേണ്ട എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? 100 rupee per dollar ആണ് അല്ലെ? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആ ഒരു കറൻസി എക്സ്ചേഞ്ച് റേറ്റിൽ എവിടെയാണെന്ന് നോക്കുക. എക്സ്ചേഞ്ച് റേറ്റിൽ രണ്ട് പൊസിഷൻസ് ഉണ്ട്, ഒരു ന്യൂമറേറ്റർ പൊസിഷനും ഒരു ഡിനോമിനേറ്റർ പൊസിഷനും അല്ലെ? അപ്പൊ നമ്മൾക്ക് കൺവേർട്ട് ചെയ്യേണ്ട കറൻസി റുപ്പീസ് ആണ്. റുപ്പി ന്യൂമറേറ്ററിലാണ് ഉള്ളത് അല്ലെ? അപ്പൊ ന്യൂമറേറ്റർ ടു ന്യൂമറേറ്റർ ആണ് നമ്മൾ പോകുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. അണ്ടർസ്റ്റുഡ്? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളുടെ കറൻസി എങ്ങനെയാണ് മാറ്റുക? $10,000 ഇൻ റുപ്പീസ് എത്രയാണ്? 10,000 into 100, that is equal to എത്രയാണ്? 1 million. 1 million അല്ല, സോറി, 10,000 എഴുതി, എക്സ്ട്രാ 2 zeros. 1 million തന്നെ. ഓക്കെ, ഇനി സപ്പോസ് നമ്മൾക്കുള്ള കറൻസി 10,000 റുപ്പീസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റിൽ 100 per dollar ആണെന്ന് തന്നെ വിചാരിക്കാം. സോറി, $20 per rupee ആണെന്ന് വിചാരിക്കാം. ജസ്റ്റ് ഒരു റെഫറൻസിനാണ്, ഇങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഓക്കെ, ഇന്ത്യ അത്രയും സ്ട്രോങ് അല്ല. സപ്പോസ് നമ്മൾ ഇങ്ങനെയാണ് സംഭവിക്കാം, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, $20 per rupee ആണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മള് ഡോളറിലേക്കാണ് എമൗണ്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. വി ആർ കൺവേർട്ടിങ് ഇറ്റ് ടു ഡോളർ. റുപ്പീനെ ഡോളറിലേക്ക് ആക്കുവാണ്. ഇനി ഡോളർ എവിടെയുള്ള? ന്യൂമറേറ്ററിലാണ് ഡോളർ ഉള്ളത് അല്ലെ? ഡോളർ എവിടെയുള്ള? ന്യൂമറേറ്ററിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ന്യൂമറേറ്റർ ടു ന്യൂമറേറ്റർ എന്ത് തന്നെയാണ്? മൾട്ടിപ്ലൈ തന്നെയാണ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇനി സപ്പോസ് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കണേ. ഇത് ഡോളർ ആണ്. ഓക്കെ, ആൻഡ് നമ്മൾക്ക് റുപ്പിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. എക്സ്ചേഞ്ച് റേറ്റ് അങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പൊ ഡോളറിനെ റുപ്പിയിലോട്ട് മാറ്റണം. റുപ്പി ഇപ്പോഴെവിടെയാണ് ഉള്ളത്? റുപ്പി ഇപ്പോഴ് ഡിനോമിനേറ്ററിലാണ് ഉള്ളത്. അപ്പൊ റൂൾ എന്താ? ഡിനോമിനേറ്റർ ടു ന്യൂമറേറ്റർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും അല്ലെ? അപ്പം ആ $10,000 ഇൻ റുപ്പി ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 10,000 ഡിവൈഡഡ് ബൈ 20 ചെയ്തതിന് എന്ത് കിട്ടി? നമ്മൾക്ക് ഡോളറിലേക്ക് കൺവേർട്ട് ആയി, സോറി, റുപ്പിയിലേക്ക് കൺവേർട്ട് ആയി. ക്ലിയർ അല്ലേ? ഈ സെയിം ലോജിക് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ട്രാൻസാക്ഷനിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ റൂൾ എന്താണ്? ഡിനോമിനേറ്റർ ടു ന്യൂമറേറ്റർ, സോറി, ന്യൂമറേറ്റർ ആൻഡ് ന്യൂമറേറ്റർ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ടു ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ഇതും അല്ലെങ്കിൽ സിംപ്ലി പുട്ട് എന്ത് പറഞ്ഞാൽ മതി? നമ്മളുടെ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കറൻസി എക്സ്ചേഞ്ച് റേറ്റില് ന്യൂമറേറ്ററിലാണെങ്കിൽ മൾട്ടിപ്ലൈ, ഡിനോമിനേറ്ററിലാണെങ്കിൽ ഡിവൈഡ്. ക്ലിയർ അല്ലേ? കൺവേർട്ടിംഗ് കറൻസി.
കൺവേർട്ടിംഗ് കറൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ട്രാൻസ്ലേഷൻ കറൻസിയാണ്, അല്ലെങ്കിൽ നമ്മളുടെ പ്രസന്റേഷണൽ കറൻസിയാണ്. ഇവിടെ നമ്മൾ UK കമ്പനി ആണല്ലോ. UK കമ്പനി ആണെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് എന്താണ്? ഇൻ പൗണ്ട്സ് ആണ് അല്ലെ. അപ്പൊ 1st ജാനുവരിക്കാണ് സെയിൽ നടന്നത്. ആ 1st ജാനുവരിക്ക് സെയിൽ നടന്ന സമയത്തുള്ള ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റിൽ നിങ്ങൾ പറ, പൗണ്ട് എവിടെയാണുള്ളത്? പൗണ്ട് ഡിനോമിനേറ്ററിലാണുള്ളത്. കണ്ടോ, ഇതിന്റെ MCQs ടെക്സ്റ്റിൽ ഉണ്ടാവും. ഇത് ചെയ്യുന്ന സമയം നിങ്ങൾ പോസ് ചെയ്ത് ക്വസ്റ്റൻ ഒക്കെ വായിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. MCQs ചെയ്തുകൊണ്ടിരുന്നാലാണ് എക്സ്ചേഞ്ച് റേറ്റ് കുറച്ച് തറാവുള്ളൂ. മാക്സിമം പോയാൽ 2 മാർക്സ് അത്രയൊക്കെ വരുള്ളൂ. ഓക്കെ, ഇനി 2 മാർക്സ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഇഗ്നോറും ചെയ്യരുത്. ചിലപ്പോൾ ആ 2 മാർക്സിനായിരിക്കും നിങ്ങൾ പാസ്സാവാം. ഓക്കെ, സോ ഡിനോമിനേറ്ററിലുള്ള അപ്പൊ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ഡിവൈഡഡ് ബൈ 1.22. ഓക്കെ, അപ്പൊ 820 കിട്ടും. 820 പൗണ്ട്സ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ടൈം ലൈൻ എപ്പോഴാണ് വരുന്നത്? ഇത് 1st ജാനുവരിക്കാണ്. ഇനി 31st ജൂണിനാണ്. 31st ജൂണിന് എന്താണ് സംഭവിക്കുന്നത്? 1/4 എന്തായിട്ടുണ്ട്? റിക്കവേർഡ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾക്ക് കിട്ടാനുള്ള $1000 1/4 എന്ത് ചെയ്തു? നമ്മൾക്ക് കിട്ടി. അതായത് $250 എന്ത് ചെയ്തു? കിട്ടി. ഇനി ഈ കിട്ടിയ ഡോളേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം ഇൻടു പൗണ്ട്സ് അല്ലെ. സോ നമ്മൾക്ക് കിട്ടുന്നത് ഡെബിറ്റ് ക്യാഷ് എത്രയാണ്? $250. ഇനി ജൂണിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് 1.32, അതില് പൗണ്ട് ഡിനോമിനേറ്ററിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഡിവൈഡഡ് ബൈ 1.32 ഈക്വൽസ് 189 കിട്ടും. ഓക്കെ, ഇനി എന്ത് ക്രെഡിറ്റ് ആയി? അതായത് ട്രേഡ് റിസീവബിൾസ് നമ്മൾ എന്ത് ചെയ്യും? കുറക്കണം. ഇനി ട്രേഡ് റിസീവബിൾസ് കുറക്കുമ്പം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മൾ എന്ത് ചെയ്യില്ല? വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാനൊന്നും നിൽക്കരുത്. ഓക്കെ, അല്ലെങ്കിൽ ഈ 189 മറ്റേതിൽ നിന്ന് മൈനസ് ആക്കാൻ അങ്ങനൊന്നും വേണ്ട. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 820 ആണ് നമ്മൾ ട്രേഡ് റിസീവബിൾസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത് അല്ലെ. ഈ 820ന്ന് എത്രത്തോളം നമുക്ക് കിട്ടി? 1/4 കിട്ടി. അപ്പൊ ആ 1/4 820ന്ന് ക്യാൻസൽ ചെയ്യണം. അല്ലാതെ ഇതെടുത്ത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുകയല്ല ചെയ്യണ്ടേ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 820 ഇൻറ്റു 1/4. ഇങ്ങനെ തന്നെ ചെയ്യാ. ഇതാണ് റൂള്. ഓക്കെ, നമ്മള് ഇൻസ്റ്റിങ് അല്ലെങ്കിൽ നമ്മളെ ബേസിക് നോളജ് നമ്മൾ എന്താ വിചാരിക്കുക? ഓക്കെ, ആ 820ന്ന് 189 മൈനസ് ആക്കിയാൽ ബാക്കിയല്ലേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പ്രീവിയസ്ലി ട്രാൻസ്ലേറ്റ് ചെയ്ത എമൗണ്ടിന്റെ മുകളിലാണ് ഫ്രാക്ഷൻ കാണേണ്ടത്. ഓക്കെ, ഡയറക്ട്ലി മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ 205 കിട്ടും. ഇനി നമ്മള് 205 ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾക്ക് കിട്ടേണ്ടത് അല്ലെ. പക്ഷെ എത്രയാ കിട്ടിയുള്ളൂ? 189 മാത്രമാണ് കിട്ടിയുള്ളൂ. അപ്പൊ എന്ത് സംഭവിച്ചു? ഒരു ലോസ് സംഭവിച്ചു അല്ലെ. അപ്പൊ ആ ലോസ് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ലോസ്. ആൻഡ് ദിസ് ഇസ് ഓൾവേസ് ദി ബാലൻസിങ് ഫിഗർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 16. ഇനി ഇയർ എൻഡ് ആയി. ഇയർ എൻഡ് എന്ന് പറയുന്നത് 31st ഡിസംബർ ആയേ. 31st ഡിസംബർ ആയപ്പം നമ്മൾക്ക് ഓൾഡ് ട്രേഡ് റിസീവബിൾസ് എത്രയാണ് ഇനി ബാക്കി ഉണ്ടാവുക? അതായത് നമ്മൾ ട്രേഡ് റിസീവബിൾസിൽ റെക്കഗ്നൈസ് ചെയ്ത 820 ഇൻറ്റു 3/4 ആണ് നമുക്കിനി ബാക്കി അല്ലെ. അതായത് 650 അല്ലെ. പക്ഷെ പുതിയ ട്രേഡ് റിസീവബിൾ എത്രയാണ്? ന്യൂ ട്രേഡ് റിസീവബിൾ എത്രയാ? നമ്മൾക്ക് കിട്ടാനുള്ള 1000ന്ന് 1/4 കിട്ടി. അതായത് 1000 ഇൻറ്റു 3/4 ആണ് റിമൈനിങ്. ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യും? അതിനെ റീട്രാൻസ്ലേറ്റ് ചെയ്യും അക്കോർഡിംഗ് ടു ദ ക്ലോസിംഗ് റേറ്റ്. ഓർമ്മയില്ലേ? അക്കോർഡിംഗ് ടു ക്ലോസിംഗ് റേറ്റ് നമ്മൾ എന്ത് ചെയ്യും? അതിനെ റീട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ ക്ലോസിംഗ് റേറ്റ് എത്രയാണ്? 1.28 ആണ്. ഡിവൈഡ് തന്നെ ചെയ്യാ. അപ്പൊ നമ്മൾക്ക്
586 എന്നുള്ള ഒരു ആൻസർ കിട്ടും. ഈ 586 ആണ് SOFP-ലോട്ട് ട്രേഡ് റിസീവബിൾസ് ആയിട്ട് പോവുക. ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് വരും? വീണ്ടും ഒരു ലോസ് വരും അല്ലെ? ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് വരും? വീണ്ടും ഒരു ലോസ് വരും. കാരണം ഇനീഷ്യലി 615 നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാനുണ്ട് എന്നാണ് നമ്മൾ ഫസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം കണ്ടുപിടിച്ചത്. പക്ഷെ അത്രയും നമുക്ക് ഇനി കിട്ടില്ല. 586 ആണ് അക്കോർഡിംഗ് ടു ക്ലോസിംഗ് റേറ്റ് കിട്ടത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യും? ലോസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ആൻഡ് ഇറ്റ് ഇസ് ഓൾവേസ് ദ ബാലൻസിങ് ഫിഗർ ആൻഡ് ഇറ്റ് ഇസ് 29. ഓക്കെ, അപ്പൊ ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യും? റിപ്പീറ്റഡ്ലി നമ്മൾ ഇത് ചെയ്തുകൊണ്ടേ നിൽക്കും. ഓക്കെ, നമ്മൾ അഗൈൻ ആൻഡ് അഗൈൻ ഇത് ചെയ്തുകൊണ്ടേക്കും. ഇനി ഇതിനെ SOPL-ലോട്ടാണ് എടുക്കുക. അണ്ടർസ്റ്റുഡ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനും പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക. അപ്പൊ UK കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, $1,000 ആണ്. ഓക്കെ, ഓൺ 1st January. ഓക്കെ, ഇനി 1/4 എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 31st ജൂണില് റിക്കവർ ചെയ്തിട്ടുണ്ട്. എക്സ്ചേഞ്ച് ഡേറ്റ് ആസ് ഫോളോസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഡേറ്റ് എപ്പോഴും എന്താണ്? ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് ആണ് അല്ലെ? നേരത്തെ ഞാനൊരു മാപ്പ് പോലെ കാണിച്ചേ. ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അപ്പൊ 1st ജാനുവരിയിലെ റേറ്റ് അവിടെ എഴുതി വെക്കുക. $1.22 per pound അല്ലെ? അപ്പൊ നമ്മൾക്ക് എത്ര കിട്ടാനുണ്ട്? 1000 ആണ് കിട്ടാനുള്ളത് അല്ലെ? ആ 1000 കിട്ടാനുള്ളത്, സോറി 1000 അല്ല, 1800 ആണ്. സെയിം ക്വസ്റ്റ്യൻ ആയിപ്പോയി. ജസ്റ്റ് എ മൊമെന്റ്, ഞാനൊന്ന് എഡിറ്റ് ചെയ്യട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ ശരിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ക്രെഡിറ്റ് പെർച്ചേസ് നടത്തിയിട്ടുണ്ട്. പെർച്ചേസ് ആണ് കേട്ടോ നടത്തിയത്. 180 pounds-ലാണ്. 1st ജാനുവരിക്കാണ്. 30th ജൂണില് 3/4 ഓഫ് ദ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നമ്മൾ നടത്തണം. അപ്പൊ നേരത്തെ കാണിച്ചത് മാപ്പ് പോലെ ആയിരുന്നു ഉണ്ടായത്. ഇനിയിപ്പോ ഞാൻ വേർട്ടിക്കലി ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഫസ്റ്റത്തെ നമ്മളുടെ എമൗണ്ട് ട്രാൻസാക്ഷൻ അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ട്രാൻസാക്ഷൻ 1st ജാനുവരിക്കാണ് നടക്കുന്നത് അല്ലെ? 1st ജാനുവരിക്ക് 1.5 per dollar ആണ്, പൗണ്ട്സ് പെർ ഡോളർ ആണ്. ഓക്കെ, അപ്പോഴ് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യേണ്ട കറൻസി ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? നമ്മളത് US കമ്പനിയാണ്. US കമ്പനിയാണ്. US ഡോളർ ഡിനോമിനേറ്ററിലുള്ള. അപ്പൊ ഡിനോമിനേറ്ററിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ പൗണ്ട് എത്രയാണ്? പൗണ്ട് 1800 ആണ് അല്ലെ? 1800 ആണ്. അപ്പൊ പൗണ്ട് 1800 ഡിവൈഡഡ് ബൈ 1.5 ചെയ്യും. ഓക്കെ, ഇപ്പൊ ഡെബിറ്റ് പെർച്ചേസ് ക്രെഡിറ്റ് ട്രേഡ് പേയബിൾസ് അല്ലെ? എത്രയാണ്? ഡോളേഴ്സിലാണെങ്കിൽ 1200 ആയിട്ട് മാറും. ഓക്കെ, ഇനി നമ്മളുടെ സെക്കൻഡ് ഡേറ്റ് എപ്പോഴാണ്? 30th ജൂൺ ആണ്. അതിന്റെ ട്രാൻസാക്ഷൻ 1.55 pound per dollar ആണ് അല്ലെ? അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എത്രയാണ് പേ ചെയ്യുന്നത്? പെയ്ഡ് ഇസ് ഈക്വൽ ടു പൗണ്ട് 1800 ഇൻറ്റു 3/4 ആണ് നമ്മൾ പേ ചെയ്യുന്നത് അല്ലെ? അതായത് പൗണ്ട് അല്ല കേട്ടോ, യൂറോസ് ആണ്. യൂറോ 1350 ആണ് നമ്മൾ പേ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഡോളറിലേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും? 1350 ഡിവൈഡഡ് ബൈ അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് ആയ 1.55, ദാറ്റ് ഈസ് $871. ഓക്കെ, ഇനി ഇത് നമ്മൾ എങ്ങനെയാ റെക്കോർഡ് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും ട്രേഡ് പേയബിൾസ്.
ട്രേഡ് പേയബിൾസ് ഇനി നമ്മൾക്ക് 1200ന്റെ 3/4 ഇല്ല അല്ലെ, അത്രയും നമ്മൾക്ക് ഇനി വരില്ല, അതായത് 900. ഇനി നമ്മൾ ക്യാഷ് വഴി പേ ചെയ്തിട്ടുണ്ട്. എത്രയാണ് പേ ചെയ്തത്? നമ്മൾ 871 പേ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ 900 കൊടുക്കാനുണ്ടായിരുന്നു. 3/4 നമ്മൾ ഡയറക്ട്ലി 1200ന്റെ 3/4 എടുക്കുവാണെങ്കിൽ നമ്മൾ ആക്ച്വലി 900 ആണ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ എക്സ്ചേഞ്ച് റേറ്റ് പ്രകാരം നമ്മൾ 871 ആണ് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾക്ക് എന്ത് വന്നു? ഒരു ഗെയിൻ വന്നു, പ്രോഫിറ്റ് വന്നു. പ്രോഫിറ്റ് എന്ത് ചെയ്യാ? ബാലൻസിങ് ഫിഗർ ആണ്, അത് റെക്കോർഡ് ചെയ്യുക 29. ഇത് നമ്മൾ SOPL ഗെയിൻ ആയിട്ട് കാണിക്കും, ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ ആയിട്ട് കാണിക്കും. ഓക്കെ. ഇനി ഇയർ എൻഡ് നമ്മൾ സെക്കൻഡ് ട്രാൻസാക്ഷൻ സെക്കൻഡ് ഡേറ്റ് കഴിഞ്ഞു. ഇനി 31 ഡിസംബർ ഇയർ എൻഡിലേക്ക് എത്തി. ഇയർ എൻഡിൽ നമ്മൾ അൺസെറ്റിൽഡ് ആണ്, കാരണം 1/4 ഇപ്പോഴും സെറ്റിൽ ചെയ്യാനുണ്ട് അത്രേ. ഇയർ എൻഡിന്റെ ഡേറ്റ് euros 1.48 per dollar ആണ്. ഓക്കെ. അപ്പൊ ഓൾഡ് പേയബിൾസ് എന്തായിരുന്നു? ഓൾഡ് പേയബിൾസ് നമ്മൾ കണക്ക് പ്രകാരമാണെങ്കിൽ 1200 into 1/4 നമ്മൾ ഇപ്പോഴും കൊടുക്കാനുണ്ട്. അതായത് $300 നമ്മൾ കൊടുക്കാനുണ്ട് അല്ലെ. ഓക്കെ. ഇനി നമ്മൾ ന്യൂ പേയബിൾസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും അറ്റ് ദി ഇയർ ആൻഡ് ക്ലോസിംഗ് റേറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ കൊടുക്കാനുള്ള euro 1800 നമ്മൾ 3/4 ഓൾറെഡി കൊടുത്തു. അപ്പൊ 1/4 ആണ് റിമൈനിങ്, ഡിവൈഡഡ് ബൈ ഇയർ ആൻഡ് ട്രാൻസ്ലേഷൻ റേറ്റ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ 304.05 കിട്ടും. അപ്പൊ എന്തായി? നമുക്കൊരു ലോസ് വന്നു അല്ലെ. 300 ആണ് ശരിക്കും ഇനീഷ്യലി റേറ്റ് പ്രകാരം കൊടുക്കേണ്ടിയിരുന്നത്, പക്ഷെ അതെന്തായിട്ട് മാറി? 304 ആയിട്ട് മാറി. 4 എന്താണ്? ലോസ് ആണ്. ആ ലോസ് നമ്മൾ എന്ത് ചെയ്യും? SOPL ഫോറിൻ എക്സ്ചേഞ്ച് ലോസ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. ഓക്കെ. ഓക്കെ. ഇതിന് ശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ അയക്കുന്ന PDF ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. എല്ലാരും ആദ്യം വീഡിയോ കാണുക, അതിനുശേഷം തന്നെത്താൻ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. താങ്ക് യു.